സ്കൂൾ തുറക്കുന്ന മുമ്പേ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. സംഭവം ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെ. സ്കൂൾ മാർട്ടിലാണ് ഇപ്പം നമ്മളുള്ളത്. സ്കൂൾ ബാഗും ലഞ്ച് ബോക്സും ഒക്കെ നമ്മൾ നേരത്തെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങാമല്ലോ. കയറി വന്നപ്പോൾ തന്നെ ആദ്യത്തെ റാക്കിൽ കണ്ടത് കുറേ വെറൈറ്റി ആയിട്ടുള്ള പൗച്ചസും പിന്നെ കുറേ വെറൈറ്റി റബ്ബറുകളും പെൻസിലുകളും ഷാർപ്പനറുകളൊക്കെയാണേ. എന്താ റബ്ബറാണോ ഇരിക്കുന്നത്? റബ്ബർ കണ്ടടി. അത് വാങ്ങിച്ചോ റബ്ബർ. ഇതെന്താ എന്താ റബ്ബറാണോ? നീ 2-3 റബ്ബർ എടുത്തോ, കുഴപ്പമില്ല. താഴെ വീണ എടുത്തോ. വെറൈറ്റി റബ്ബർ എടുക്കടാ. ഏതാ ഇത്? ഇതും പിന്നെ ബീനാമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുക. എനിക്ക് ഇച്ചിരി വരെ ഉണ്ടോ? ഏടതേ ഇതേ അതിൻ്റെ അകത്ത് ഇതല്ല നീ കഴിച്ചേ. ഇതാ ഞാൻ പിന്നെ എടുത്ത. ഓ സോറി. ഇത് ഈ സെക്ഷൻ മുഴുവനും ചെറിയ ചെറിയ കുഞ്ഞ് ഡയറികളാട്ടോ. കുറേ നല്ല അതൊക്കെ നല്ല പടങ്ങളൊക്കെ ഉള്ള കുറേ കുഞ്ഞ് ഡയറികളാണ്. കുഞ്ചു ശിലിയും പെൻസിലിൻ്റെയും ഇറൈസേഴ്സിൻ്റെ അടുത്തൊന്നും വരുന്നില്ല, അത്രയ്ക്ക് കളക്ഷനാണുള്ളത്. പിന്നെ ഇതൊക്കെ കുറേ സ്റ്റിക്കേഴ്സാണ്, നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് പോലെ, ക്രോമി സ്റ്റിക്കേഴ്സോ അങ്ങനെ എന്തൊക്കെയാണ്. അത് കുറേ സ്റ്റിക്കറുകളാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഷാർപ്പനറാണേ. കണ്ട സെൻറ്റിൻ്റെ ബോട്ടിലൊക്കെ പോലെ തോന്നുന്നു. എന്താണോ? ഇനി ഒരുപാട് സ്റ്റിക്കേഴ്സിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ട്. ഈ കവായി സ്റ്റിക്കേഴ്സ് പോലത്തെ ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡാണ്. ഇതാണല്ലോ കുറേ കവായി സ്റ്റിക്കേഴ്സ്. കുഞ്ചുവിനാണെങ്കിൽ ഒരുപാട് കവായി സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെ കളക്ഷനുണ്ട്. പിന്നെ ഇതാ ബുക്സിൻ്റെ ഒരു സെറ്റ്. പിന്നെ ഇവിടെ പെൻസിലുകളുടെയും പിന്നെ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കേട്ടോ. എനിക്കിതൊക്കെ കണ്ടിട്ട് അയ്യോ വാങ്ങാൻ തോന്നിയായിരുന്നു. പക്ഷേ നമ്മൾക്ക് വേറെ യൂസ് ഇല്ലല്ലോ ഇതിന്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ പേഴ്സുകളും പിന്നെ ഇതാ ഈ മുകളിലിരിക്കുന്ന ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ മണി ബാങ്ക് ഇല്ലേ പിള്ളേരുടെ, അതാണ്. അതിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസ്. അങ്ങനെ ഒരു റോയിൽ ഫുള്ള് എല്ലാത്തിനും നല്ല ഒടുക്കത്തെ വില കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു നോക്കി തിരിച്ചു വെച്ചു, അങ്ങനെയാണ് പോയത്. പിന്നെ കൂടുതലും വാങ്ങിച്ചത് ഇവരുടെ ഇറേസറുകളും പെൻസിലുകളും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിച്ചുള്ളൂ. പക്ഷേ കളക്ഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇതെല്ലാം ഇനി കാണുന്നതെല്ലാം ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. ക്രാഫ്റ്റിംഗ് ഐറ്റംസാണ് ഈ കാണുന്ന ഫുള്ള്. പെയിൻറ്റും പിന്നെ നമ്മുടെ എന്താ ഈ എംബ്രോയ്ഡറി നമ്മൾ ചെയ്യുന്ന നൂലുകളൊക്കെ ഇല്ലേ, അത് അങ്ങനെ കുറേ എന്തൊക്കെയോ ഗ്ലൂ ഗൺ അങ്ങനത്തെ കുറേ ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ആണ് ഒരു സെക്ഷൻ ഫുള്ള്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞ് പെയിൻറ്റും സാധനങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ വിലയൊക്കെ എടുത്ത് നോക്കി തിരിച്ച് വെച്ചു. ജസ്റ്റ് വിൻഡോ വാച്ചിങ് പോലെ. ഇവിടെ ഈ ഇരിക്കുന്ന ക്രാഫ്റ്റിംഗ് ഐറ്റംസൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് കണ്ടിങ്ങനെ നടന്നു പോവുകയാണ്. ഓ അടിപൊളി സംഭവം. എത്ര രൂപയുടെ? വേണ്ട, ഞാൻ വീഡിയോ എടുക്കും.
അകത്തുണ്ട് ഇവിടെ. പിന്നെ ഇതാ ലാസ്റ്റ് കുറേ ഏരിയ ഫുള്ളും ബുക്സിൻ്റെ ഒരു ഏരിയയാണ്. ഞാൻ പിന്നെ വായനശീലം ഒട്ടും ഇല്ലാത്ത ആളായതുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഏരിയയിൽ വന്ന് നിന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു ഏരിയ കേട്ടോ. പിന്നെ വായിക്കുന്നവർക്ക് ഭയങ്കര കളക്ഷൻ ഓഫ് ബുക്സാണ് കേട്ടോ. എന്തൊക്കെ ബുക്കാണെന്ന് എനിക്കറിയില്ല. ഞാൻ വായനശീലം തീരെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.